ഹലോ എവരിവൺ, വെൽക്കം ടു സ്റ്റോറീസ് ഇൻ മലയാളം. എൻ്റെ പേര് ഉദയ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അയോധ്യയിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചാണ്. കേരളത്തിൽ നിന്ന് അയോധ്യയിൽ എങ്ങനെ എത്താം, അവിടെ നിന്ന് എങ്ങനെ ചെലവ് ചുരുക്കിക്കൊണ്ട് വാരണാസിയും സന്ദർശിച്ച് നമുക്ക് വീട്ടിലേക്ക് വരാം എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു എങ്ങനെയാണ് നമ്മൾ യാത്ര പ്ലാൻ ചെയ്യുന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയ്ക്കകത്തുള്ളത്. നമ്മുടെ പ്ലാനിങ്ങുകളാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് എത്ര പൈസ എവിടെയൊക്കെ ചിലവാകുന്നുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ യാത്രയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ഈ യാത്രാ പ്ലാനിനകത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് ഏതൊക്കെ യാത്രാ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നത്, ടൈമിംഗ് എങ്ങനെയാണ്, അവിടെ സ്റ്റേ എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും കേൾക്കുക. അപ്പൊ 18-ാം തീയതി രാവിലെ 8:35 യാത്ര ഞാൻ ആരംഭിക്കാൻ പോകുന്നത്. യാത്ര ചെയ്യുന്നത് നേരെ ലോകമാന്യ തിലകിലേക്കാണ്, അത് മുംബൈയിലേക്കാണ്. അവിടെ 19-ാം തീയതി രാവിലെ 3:45 മുംബൈയിലെത്തും. അപ്പൊ 19-ാം തീയതി മുതൽ 20-ാം തീയതി രാവിലെ വരെ നമ്മൾ മുംബൈയിൽ ഉണ്ടാകും. അപ്പൊ അവിടെയുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം, സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ശേഷം 20-ാം തീയതി രാവിലെ 6 മണി, കൃത്യം 6 മണിക്കാണ് അയോധ്യ സെൻട്രലിലേക്കുള്ള ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളവിടെ എത്താൻ പോകുന്നത് 21-ാം തീയതി രാവിലെ 8:10. അപ്പൊ നമ്മളവിടെ 8:10 എത്തിയിട്ട് അവിടെ റൂം ഓൾറെഡി Booking.com ബുക്ക് ചെയ്തിട്ടുണ്ട് അയോധ്യയിൽ. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്, ഒരു വലിയ പ്രശ്നം വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോർമലി ഒരു ഡിമാൻഡ് ഉള്ള ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ബുക്കിങ്ങിന് റേറ്റ് കൂടുതലായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ഈ അയോധ്യയിൽ ഈ ഒരു ഉദ്ഘാടനം വരുന്നുണ്ടെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ ബുക്ക് ചെയ്തതാണ്. എനിക്ക് ആകെ 1200 രൂപയാണ് ഒരു ദിവസം ചാർജ് വന്നത്. പക്ഷേ അവിടെ അവർ ബുക്കിംഗ് കൺഫേം ആക്കിയിട്ടില്ല. നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ ബുക്ക് ചെയ്ത റെസിഡൻസിൽ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, അവർ കോൾ എടുക്കുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ബുക്കിംഗ് നോക്കുന്നുണ്ട്. അപ്പത്തേനും ഈ സമയത്തേക്ക്, അതായത് ഈ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചുള്ള സമയത്തേക്ക് 21, 22, 23 16,000, 17,000, 15,000 ഒക്കെയാണ് റേറ്റ് വൺ ഡേ അവർ ചാർജ് ചെയ്യുന്നത്, അത് ലോക്കൽ റൂമുകൾക്ക്. അപ്പൊ എന്തായാലും അവിടെ സ്റ്റേ ഒരു പ്രശ്നം തന്നെയായിട്ട് നമുക്ക് വരും എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പൊ 1200 രൂപയ്ക്കൊന്നും അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ 16,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും നമ്മൾ സ്റ്റേ ചെയ്യില്ല. നേരെ അവിടുന്ന് വാരണാസിയിലേക്ക് അടുത്ത ട്രെയിൻ കയറി പോവാണ് ചെയ്യുക. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് 22-ാം തീയതി രാവിലെ ഈ ഉദ്ഘാടന ദിവസം തിരിച്ച് വാരണാസിയിൽ നിന്ന് 5 മണിക്കൂർ ദൂരേ ഉള്ളൂ അയോധ്യ വാരണാസി എന്ന് പറയുന്നത്. ആ അയോധ്യയിലെത്തും. എന്നിട്ട് അവിടുത്തെ ഉദ്ഘാടന ചടങ്ങുകളും കാര്യങ്ങളും നമ്മൾ ചിത്രീകരിക്കുന്നുണ്ട്, മൊബൈലിനകത്ത് സൗകര്യം പോലെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി വന്നിട്ടാണ് അവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ വിഷ്വൽസ് നമ്മൾ പറ്റുന്നത് പോലെ ദൂരെ നിന്നാണെങ്കിൽ ദൂരെ നിന്ന്, അതെല്ലാം അടുത്താണെങ്കിൽ അടുത്ത് നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങളത് കാണിക്കാം. പറ്റുമെങ്കിൽ നമുക്ക് ലൈവായിട്ട് തന്നെ ആ വിഷ്വൽസ് നിങ്ങളെ കാണിക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇത്ര എഫോർട്ട് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ബെൽ ബട്ടനോട് അടിച്ചു വെച്ചിട്ട് ഈ വരുന്ന വീഡിയോസിനെല്ലാം വേണ്ടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയുള്ള അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ മുന്നിലുള്ളത് 22-ാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞാൽ അവിടെ പൊതുജനങ്ങൾക്ക് അവിടെ സന്ദർശിക്കാൻ സാധിക്കില്ല, ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കില്ല അയോധ്യയിൽ. 23-ാം തീയതിയാണ് അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ദർശനം, അതായത് അവിടെ സന്ദർശിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് ജനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വിവിധ ഭാഗത്തു നിന്നായിട്ട് വരുന്നുണ്ട്. അവർക്കെല്ലാം അവിടെ സന്ദർശനം നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള വലിയൊരു തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് റിസ്ക് എടുത്തുകൊണ്ട് അവിടെ കയറാൻ ശ്രമിക്കില്ല. എങ്കിലും നമ്മൾ 24-ാം തീയതി വരെയൊക്കെ അവിടെ ട്രൈ ചെയ്യും. അപ്പൊ നമുക്ക് 2 സ്ഥലങ്ങളാണ് പ്ലാനിങ്ങിലുള്ളത്, ഒന്ന് അയോധ്യ, ഒന്ന് വാരണാസി. വാരണാസിയിൽ നമുക്ക് നിൽക്കുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ Booking.com ബുക്ക് ചെയ്തപ്പോൾ അവർ ഓക്കെയാണ്, ബുക്കിംഗ് കൺഫേംഡ് ആണെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അവിടെ സ്റ്റേ കുഴപ്പമില്ല. പിന്നെ ഞാൻ അറിഞ്ഞു കേട്ടിടത്തോളം ഇപ്പൊ വാരണാസി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എവിടെ വേണമെങ്കിലും നിൽക്കാനുള്ള സൗകര്യമുണ്ട്. ചെറിയ റേറ്റിലൊക്കെ നമുക്ക് റൂം അവിടെ കിട്ടും, അവൈലബിൾ ആണെന്നൊക്കെയാണ് ഞാൻ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ അവിടെ ചെന്നാലേ ബാക്കി കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പൊ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതായതുകൊണ്ട് എനിക്ക് എങ്ങനെയാലും പ്രോബ്ലം ഇല്ല. റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ അവിടെ പോയി കിടക്കാം. അതല്ല കുറച്ച് ദൂരെയുള്ള ടൗണുകൾ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് സ്റ്റേ അടിക്കാം, പ്രശ്നമില്ല. നമ്മൾ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് പ്രോബ്ലംസ് വരുന്നില്ല. നമുക്ക് ഇതുപോലെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ നേപ്പാളിൽ പോയപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ അനുഭവങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. നേപ്പാൾ ട്രിപ്പ് ഒരു 8,500 രൂപയ്ക്ക് എങ്ങനെ നേപ്പാളിൽ, കേരളത്തിൽ നിന്ന് പാലക്കാട് നിന്ന് 3 ദിവസം യാത്ര, ഭക്ഷണം എല്ലാം അടക്കം, എല്ലാ ചെലവും അടക്കം 8,500 രൂപയ്ക്ക് കാഠ്മണ്ഡു വരെ എങ്ങനെ പോയിട്ട് വരാമെന്നുള്ളത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അതുപോലെ തന്നെ ഒരു ട്രിപ്പാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ട്രിപ്പിൽ ഓരോ സമയത്തും ഓരോ എപ്പിസോഡ്സ് ആയിട്ട് നമ്മൾ അവിടുന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ 21-ാം തീയതി നമ്മൾ അവിടെ എത്തിയതിനു ശേഷമുള്ള വിഷ്വൽസ് നമുക്ക് ഓരോ എപ്പിസോഡായിട്ട് അതത് ദിവസം രാത്രി ഒരു 10 മണിക്ക് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിക്കാം. ഫോണിനകത്ത് തന്നെ എഡിറ്റ് ചെയ്ത് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ അയോധ്യയിലെ കേസ് അങ്ങനെയാണ്. നമുക്ക് ഇപ്പോഴും യാതൊരു ഉറപ്പുകളും കിട്ടിയിട്ടില്ല. എങ്ങനെ അവിടെ സ്റ്റേ ചെയ്യും, എങ്ങനെ ദർശനം നടത്തും, എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ള ഉറപ്പൊന്നുമില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സർപ്രൈസ്ഡ് ആയിരിക്കും. അപ്പൊ ഞാനും നല്ല എക്സൈറ്റഡ് ആണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് 25-ാം തീയതിയാണ്. വാരണാസിയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. നേരെ മുംബൈയിലേക്കാണ്. കാരണം വേറൊന്നുമില്ല, ഡയറക്റ്റ് ട്രെയിൻ ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്.
ഇപ്പൊ ഈ അങ്ങോട്ട് അയോധ്യയിലേക്കുള്ള ടിക്കറ്റ് കിട്ടാൻ തന്നെ കാരണം ഞാൻ ഓർക്കുന്നു, മനോരമ ന്യൂസിലൊരു ബ്രേക്കിംഗ് ന്യൂസ് കണ്ടു, അയോധ്യ ക്ഷേത്രം 22-ന് തുറന്നു കൊടുക്കുമെന്ന്. അപ്പൊ അങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അപ്പം തന്നെ അതിനൊരു 1 അവറിനുള്ളിൽ അയോധ്യക്കുള്ള ടിക്കറ്റ് കേരളത്തിൽ നിന്ന് കിട്ടിയില്ല, അതുകൊണ്ട് മുംബൈയിൽ നിന്ന് എടുത്തു. അപ്പൊ ആദ്യം നമ്മൾ യാത്ര ചെയ്യുന്നത് മുംബൈയിലേക്കാണ്. പറ്റുന്ന രീതിയിൽ മുംബൈ ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ അവിടെ നേരെ അയോധ്യയിലേക്ക് പോകും. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ അന്നു തന്നെ കാണിക്കും. അപ്പൊ 21, 22, 23, 24 ഡേറ്റുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ട് ഇതുപോലെ കൺക്ലൂഷൻ ആയിട്ട് എത്ര എമൗണ്ട് നമുക്ക് ചിലവായി, എവിടെയൊക്കെ എത്രയൊക്കെ എക്സ്പെൻസ് വന്നിട്ടുണ്ട്, ഭക്ഷണം, യാത്ര, താമസം, ഇതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ യാത്രാ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് ലൈവായിട്ട് എത്താനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, ഉടൻ തന്നെ കാണാം. ഗുഡ് ബൈ.